നമുക്കെല്ലാവർക്കും അറിയാം ബേക്കിംഗ് ഈസ് എ സയൻസ് എന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന കേക്കുകൾ, കുക്കീസ് എല്ലാം നല്ല രുചിയിലും നല്ല സോഫ്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല ശ്രദ്ധ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബേക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ ബേക്കിങ്ങിന് ആവശ്യമായ ടൂൾസുകളെ പറ്റി, ഓവൻ ടെമ്പറേച്ചർ, ടൈം, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന കുറേ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ബേക്കിംഗ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇന്ന് നമുക്ക് 10,000 കണക്കിന് റെസിപ്പീസ് പല പല മാഗസീനിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ അതെന്ന് പറയണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പീസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കൈവശമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. കുക്കിംഗ് ചെയ്യുന്നത് പോലെയല്ല ബേക്കിംഗ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുറവുകളുണ്ടല്ലോ, അതായത് അല്പം ഉപ്പ് കൂടിപ്പോവുക, എരിവ് കൂടിപ്പോവുക എന്നതൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. കാരണം നമ്മളൊരു കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന മാറ്റങ്ങളും കുറവുകളും ഒന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിനായി ബേക്കിംഗ് പൗഡർ കൂടിപ്പോവുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ബേക്കിങ്ങിനായിട്ട് തുടങ്ങാൻ. ഇനി ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊന്ന് നോക്കാം. അതിലൊന്നാണ് മുട്ട. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാം. ചില റെസിപ്പികളിൽ മുട്ട മുഴുവനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില റെസിപ്പീസിൽ നോക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചില റെസിപ്പിയിൽ എഗ് വൈറ്റ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കേക്ക് റൈസ് ചെയ്തെടുക്കാനും പറ്റും. അതിന് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ആവശ്യമില്ല. എഗ്ഗ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എഗ്ഗ് വൈറ്റ് ഉപയോഗിച്ച് നമുക്ക് മെറൈൻസ് ഉണ്ടാക്കാൻ പറ്റും. യോക്ക് ഉപയോഗിച്ച് നല്ല യമ്മി ആയിട്ടുള്ള ഡെസേർട്ട്സ്, മൂസ്, ഒരുപാട് റെസിപ്പികൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് മുട്ട ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് എഗ്ഗ് ഉപയോഗിക്കാൻ നോക്കുക. മുട്ട നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പോലും മുട്ട ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. അതിനായിട്ട് ഞാൻ മുകളിൽ ഒരു പിക്ചറിൽ കാണിച്ച പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മുട്ട ഇടുക. അത് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ മുട്ട ഫ്രഷ് ആണെന്നർത്ഥം. അത് അല്പം പൊന്തി ഗ്ലാസിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അത് 1-2 ആഴ്ചത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് മുകളിൽ പൊങ്ങി നിൽക്കുന്നതാണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മുട്ട എപ്പോഴും ഫ്രഷ് എഗ്ഗ് മാത്രം യൂസ് ചെയ്യുക. ഇനി അടുത്തായിട്ട് ബട്ടർ. മുട്ട ഉപയോഗിക്കുന്ന പോലെ തന്നെ ബട്ടറും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. അതെടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബട്ടർ എളുപ്പത്തിൽ പഞ്ചസാരയായിട്ട് യോജിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഓയിലും ഉപയോഗിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലേവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ വേണം ഉപയോഗിക്കാൻ. ഇനി അടുത്ത് ബേക്കിങ്ങിനായി യൂസ് ചെയ്യുന്ന സ്പൈസസ് പൊടിച്ചെടുക്കുന്ന സമയത്ത് 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അത് ചെറിയ തീയിൽ വേണം ചൂടാക്കിയെടുക്കാൻ. അതിൻ്റെ മണം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നിറം മാറുന്ന സമയം വരെ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അല്ലാത്ത പക്ഷമാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ തന്നെ നഷ്ടമാകുന്നതായിരിക്കും. ഇനി വരുന്നത് ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ. ഇത് രണ്ടും എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂസ് വരുത്തുന്ന ഒന്നാണത്. ബേക്കിംഗ് സോഡ ഏത് റെസിപ്പിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നടത്തണമെങ്കിൽ ഒരു ആസിഡ് മീഡിയ ആവശ്യമാണ്. ഉദാഹരണത്തിനായിട്ട് നാരങ്ങ നീര്, വിനീഗർ, ബട്ടർ മിൽക്ക് എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡർ നമുക്ക് ഏത് റെസിപ്പിയിലൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആസിഡ് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബേക്കിംഗ് പൗഡറിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകമായിട്ടുള്ള ആസിഡിക് മീഡിയയുടെ ആവശ്യം ഇല്ല. ഇനി നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നട്ട്സുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. സ്പീഡിൽ ഒരിക്കലും നട്ട്സ് പൊടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എണ്ണ ഊറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾക്ക് പൊടി രൂപത്തിൽ ലഭിക്കില്ല. പകരം ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിരിക്കും ലഭിക്കുക. അപ്പോൾ നട്ട്സൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ സ്പീഡിൽ വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. ഇനി ബേക്കിങ്ങിനായി യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് കുറിച്ച് നോക്കാം.
ചോക്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ കഴിവതും നല്ല ചോക്ലേറ്റ് ഉപയോഗിക്കുക. ബേക്കിങ്ങിനായാലും ഡെക്കറേഷനായാലും ചോക്ലേറ്റ് തന്നെ കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്നും കോവച്ചർ ചോക്ലേറ്റ് എന്നും വരുന്നുണ്ട്. അതിൽ കോവച്ചറാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും കൂടി നോക്കുകയാണെങ്കിൽ കോവച്ചറായിരിക്കും നല്ലത്. അത് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 70% കൊക്കോ സോളിഡുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തെന്നാൽ അപ്രകാരമുള്ള ചോക്ലേറ്റിൻ്റെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേക്കിന് യഥാർത്ഥ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കൂടാതെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റായിട്ട് നമുക്ക് ചോക്ലേറ്റ് അവൈലബിൾ ആണ്. ഇനി അടുത്തായിട്ട് ഡിജിറ്റൽ വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ്, മെഷറിംഗ് സ്പൂൺ എന്നൊക്കെ പറയാം. ഒരിക്കലും വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പുകളോ അല്ലെങ്കിൽ സ്പൂണുകളോ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കരുത്. ഇൻഗ്രീഡിയൻസ് എപ്പോഴും അളക്കുമ്പോൾ അതിനായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാത്രം അളക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മൾ അളക്കുമ്പോൾ ഗ്രാമിലാണ് നമ്മൾ അളക്കുന്നത്. അതുപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുന്നത് ml ആണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ വെയിങ് സ്കെയിലിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഓവൻ തെർമോമീറ്ററാണ്. ബേക്കിംഗ് ശരിയാവണമെങ്കിൽ ഓവൻ്റെ അകത്തെ ടെമ്പറേച്ചർ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അത് ഓരോ ഓവനിലും വ്യത്യസ്തമാണ് ടെമ്പറേച്ചർ. ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ബേക്കിംഗ് ആരംഭിക്കുന്ന മുമ്പായിട്ട് നമ്മുടെ ഓവൻ്റെ റാക്ക് എല്ലാം കൃത്യമായി വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുക്കിംഗ് റേഞ്ച് ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ. കാരണം അല്ലാതെ ഓവൻ ചൂടായതിനു ശേഷമാണ് നമ്മൾ റാക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അപകടത്തിന് തന്നെ കാരണമായി മാറിയേക്കും. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിലും പറയാം, നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഓവൻ്റെ ഡോറ് തുറന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് മൂലം ഓവൻ്റെ അകത്തെ ടെമ്പറേച്ചർ കുറയുകയും നമ്മളത് കേക്കിനെ തന്നെ ബാധിക്കും. അതിൻ്റെ ടേസ്റ്റും സോഫ്റ്റും എല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഒരു 30 മിനിറ്റ് യാതൊരു കാരണവശാലും ഓവൻ്റെ ഡോറ് തുറന്ന് നോക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഒരു നല്ലൊരു റെസിപ്പി വീഡിയോയും ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ അവിടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും കാണുക. കീപ്പ് വാച്ചിങ്.